ഹായ് ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും, നമസ്കാരം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു സ്വീറ്റ് ആയിട്ടാണ്. ക്യാരറ്റ് ഹൽവയാണ് ഇന്ന് ഉണ്ടാക്കുന്നത്. നോർത്ത് ഇന്ത്യൻസിൻ്റെ ഇടയിൽ വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു സ്വീറ്റ് ആയിട്ടാണ് ഈ ഒരു ക്യാരറ്റ് ഹൽവ. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഹൽവയാണ്. മാത്രമല്ല വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു ക്യാരറ്റ് ഹൽവയുടെ ഡീറ്റെയിൽസിലേക്ക് പോകുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ദയവ് ചെയ്തിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ ഇഷ്ടമായാലും ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുന്നവർ അതിന് തൊട്ടടുത്തുള്ള ഒരു ബെൽ ബട്ടണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അങ്ങനെ ആകുമ്പോൾ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്കൊന്നും തന്നെ മിസ്സാവാണ്ട് കാണാനായിട്ട് പറ്റും. അപ്പോൾ ഇനി നമുക്ക് ക്യാരറ്റ് ഹൽവയുടെ ഡീറ്റെയിൽസിലേക്ക് വരാം. അപ്പോൾ സാധാരണ നമ്മൾ ക്യാരറ്റ് ഹൽവ ഉണ്ടാക്കുന്നത് ഈ ഒരു പിക്ചറിൽ കാണുന്ന ക്യാരറ്റ് കൊണ്ടാണ്. പക്ഷെ നമുക്കിത് എപ്പോഴും അവൈലബിൾ ആയിട്ടുള്ള ഒരു ക്യാരറ്റ് അല്ല. അപ്പോൾ ഞാനിവിടെ നമുക്ക് എല്ലാവർക്കും അവൈലബിൾ ആയിട്ടുള്ള ക്യാരറ്റ് വെച്ചിട്ടാണ് ഈ ഒരു ക്യാരറ്റ് ഹൽവ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതുപോലെ ക്യാരറ്റ് ഞാൻ ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ ഒരു 3 കപ്പ് ക്യാരറ്റ് ഉണ്ട്. വലിയൊരു 5 ക്യാരറ്റാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അത് ഗ്രേറ്റ് ചെയ്തെടുക്കുമ്പോൾ ഇതുപോലെ 3 കപ്പ് ഉണ്ടാവും. അപ്പോൾ ഈ ഒരു ക്യാരറ്റ് ഒരിക്കലും നിങ്ങൾ കട്ട് ചെയ്തിട്ടോ അതല്ലെങ്കിൽ മിക്സിയിൽ ഗ്രൈൻഡ് ചെയ്തിട്ടോ ഒന്നും എടുക്കരുത്. ഇതുപോലെ തന്നെ ഗ്രേറ്റ് ചെയ്തിട്ട് എടുക്കുക. ഇത് നമുക്ക് ഇതുപോലുള്ള ഒരു പാത്രം സ്റ്റൗവിൽ വെക്കാം. ഇതിലേക്ക് ഇപ്പോൾ ഞാൻ 3 ടേബിൾ സ്പൂൺ മിൽമയുടെ നെയ്യാണ് ചേർത്തിട്ടുള്ളത്. അപ്പോൾ നെയ്യൊക്കെ നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് അറേഞ്ച് ചെയ്യാം. ഇതിലേക്ക് നമ്മൾ ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ക്യാരറ്റ് ചേർത്ത് കൊടുക്കാം. നമ്മൾ സാധാരണ നെയ്യൊക്കെ കുറച്ചുണ്ടാക്കുന്ന സമയത്ത് ഇത് അത്ര വലിയ ടേസ്റ്റ് ഒന്നും ഉണ്ടാവില്ല. നെയ്യൊക്കെ കുറച്ച് കൂടുമ്പോൾ തന്നെയാണ് ഇതിന് ടേസ്റ്റും കൂടുതൽ. ഇനി നമുക്ക് ഈ ഒരു ക്യാരറ്റ് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്ത് കൊടുക്കാം. ഈ നെയ്യിൽ നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. കറക്റ്റായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഒരു 2 മിനിറ്റ് നമുക്ക് ഇതുപോലെ ഒന്ന് ചെറിയ ഫ്ലെയിമിലിട്ടൊന്ന് സോട്ട് ചെയ്തെടുക്കാം. ഞാനൊരു 3ാമത്തെ തവണയാണ് ഇപ്പോൾ ഈ ഒരു ക്യാരറ്റ് ഹൽവ ഉണ്ടാക്കുന്നത്. ആദ്യം ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത് കുക്കറിലായിരുന്നു. അപ്പോൾ ഒരു പായസത്തിൻ്റെ ഒക്കെ ഒരു ടൈപ്പിലാണ് ക്യാരറ്റ് കുക്കായി കിട്ടിയത്. ക്യാരറ്റ് ഹൽവയുടെ ഒരു പെർഫെക്ഷൻ ആയി വന്നിട്ടുണ്ടായിരുന്നില്ല. പിന്നെ 2ാമത്തെ തവണ ചെയ്തപ്പോൾ ഞാൻ കോയയൊക്കെ ചേർത്തിട്ടാണ് ക്യാരറ്റ് ഹൽവ ഉണ്ടാക്കിയത്. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പക്ഷെ അന്ന് വീഡിയോ ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ 3ാമത്തെ തവണയാണ് ഞാൻ ഈ ഒരു ക്യാരറ്റ് ഹൽവ ഉണ്ടാക്കുന്നത്. ഇനി നമുക്ക് ജസ്റ്റ് ഇതൊന്ന് അടച്ച് വെച്ചിട്ട് ഒന്ന് ആവി കയറ്റിയിട്ട് വീണ്ടും തുറന്നിട്ട് ഒന്ന് നല്ലപോലെ ഇളക്കി കൊടുക്കാം. ഇപ്പോൾ ആ ഒരു നെയ്യൊക്കെ കറക്റ്റായിട്ട് എല്ലാ ക്യാരറ്റിനും നല്ലൊരു ഗ്ലേസിങ് പോലെ വന്നിട്ടുണ്ട്. വീഡിയോയിൽ എത്രത്തോളം കാണുന്നുണ്ടെന്ന് എനിക്കറിയില്ല. ഇത് വീണ്ടും 2 മിനിറ്റ് സോട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഒരു 4-5 മിനിറ്റ് നമുക്ക് ഇതുപോലെ ഒന്ന് സോട്ട് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് മിൽക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു 3 കപ്പ് ക്യാരറ്റിന് ഞാനിവിടെ 1.5 കപ്പ് മിൽക്കാണ് ചേർക്കുന്നത്. 1/2 കപ്പിൻ്റെ മെഷർമെൻറ്റ് കപ്പിനാണ് ഇപ്പോൾ ഞാൻ ഒഴിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ 3 തവണ ഒഴിച്ചു, 1.5 കപ്പ് മിൽക്ക്. ഇനിയിപ്പോൾ ഇതൊരു മെഷർമെൻറ്റ് വെച്ച് നോക്കാതെ അപ്പോൾ നിങ്ങൾ ക്യാരറ്റൊക്കെ എടുക്കുമ്പോൾ അത് മെഷർ ചെയ്യാതൊക്കെയാണ് ചേർക്കുന്നതെങ്കിൽ ഓൾമോസ്റ്റ് ആ ഒരു ക്യാരറ്റ് കവർ ചെയ്ത് നിൽക്കുന്ന അത്രയും മിൽക്ക് ഒഴിക്കാം. നമുക്കത് കുക്ക് ചെയ്യാൻ എത്രത്തോളം മിൽക്ക് വേണം എന്നുള്ളൊരു ഐഡിയ നമുക്ക് കുക്ക് ചെയ്യുന്നവർക്ക് ഉണ്ടാവുമല്ലോ. അപ്പോൾ അതിനനുസരിച്ചിട്ട് മിൽക്ക് ചേർക്കാം. ഇനി നമുക്കിതിലേക്ക് ഷുഗർ ചേർക്കാം. ഷുഗറും ഈ പറഞ്ഞ പോലെ നമ്മുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് ചേർക്കാം. കാരണം പലർക്കും പല ടേസ്റ്റാണ് സ്വീറ്റ്നെസ്സിന്. അപ്പോൾ ഞാനിവിടെ ഒരു 5 ടേബിൾ സ്പൂൺ ഷുഗർ ഇപ്പോൾ ചേർക്കുന്നുണ്ട്. പക്ഷേ ഇനിയും വേണ്ടി വരും. പക്ഷെ അത് ഞാൻ കറക്റ്റായിട്ട് ഈ ഒരു പാലൊക്കെ ഒന്ന് കുറുകി വരുന്ന സമയത്തൊന്ന് ക്യാരറ്റ് ടേസ്റ്റ് ചെയ്തിട്ട് ചേർക്കുന്നുള്ളൂ. അപ്പോൾ ഇപ്പോൾ ഒരു 5 ടേബിൾ സ്പൂൺ ചേർക്കാം. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കൊന്ന് അടച്ച് വെക്കാം. ഇനിയിപ്പോൾ ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുന്നത് വലിയ പ്രോബ്ലം ഒന്നും ഇല്ലാത്തവർക്ക് ഇത് ഇളക്കിയിട്ട് തന്നെ പാല് വറ്റിച്ചെടുക്കാം. ഇപ്പോൾ ഇത് നന്നായിട്ട് തിളച്ച് വന്നു. ഇനി നമുക്കിതിൻ്റെ ലിഡ് ഓപ്പൺ ചെയ്ത് വീണ്ടും ഇത് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇടയ്ക്കൊന്ന് സ്വീറ്റ്നെസ് ഒക്കെ ഒന്ന് ടേസ്റ്റ് ചെയ്യാം. ആവശ്യമെങ്കിൽ ഇപ്പോൾ തന്നെ ഷുഗർ ചേർക്കാം. പക്ഷെ ഞാൻ നന്നായിട്ടൊന്ന് കുറുകിയതിന് ശേഷമാണ് ഇനി ഉള്ള ഷുഗർ ചേർക്കുന്നത്. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഒത്തിരി വലിയ ഫ്ലെയിമിലിട്ടുകൊണ്ട് കുക്ക് ചെയ്യേണ്ട. അതുപോലെ തന്നെ എടുക്കുമ്പോൾ കുറച്ച് ചുവട് കട്ടിയുള്ള പാത്രം തന്നെ എടുക്കുക. കാരണം നമ്മൾ കനല്ലാത്ത പാത്രത്തിലൊക്കെ കുക്ക് ചെയ്യുമ്പോൾ ഇത് പെട്ടെന്ന് അടി പിടിക്കും. ഫ്ലെയിമൊക്കെ ഒന്ന് കൂട്ടി വെച്ച് കഴിയുമ്പോൾ തന്നെ ഒരു ചുവട് കട്ടിയായിട്ടുള്ള പാത്രത്തിൽ തന്നെ ഇത് ഉണ്ടാക്കാനായിട്ട് ശ്രദ്ധിക്കുക. നല്ലപോലെ ഇത് മിക്സ് ചെയ്തിട്ട് നമുക്കിത് ഒന്ന് വറ്റിച്ചെടുക്കാം. അപ്പോൾ ഇടയ്ക്കൊന്ന് നമ്മുടെ ക്യാരറ്റിൻ്റെ കുക്കും കൂടി ഒന്ന് ശ്രദ്ധിക്കണം. അപ്പോൾ ഇതുപോലെ ഓൾമോസ്റ്റ് മിൽക്കൊക്കെ ഒന്ന് റെഡ്യൂസ് ആയിട്ടുണ്ട്. ഇതിൽ കുറച്ചുകൂടെ മിൽക്ക് വറ്റാനുള്ളൂ. ഇനി നമുക്കിത് അടച്ചു വെക്കണ്ട. ഇതുപോലെ തന്നെ സോട്ട് ചെയ്തിട്ട് വേണം ഇത് വറ്റിച്ചെടുക്കാൻ. ഇപ്പം ഈ ക്യാരറ്റ് ഓൾമോസ്റ്റ് നല്ലപോലെ കുക്കായിട്ടുണ്ട്, നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. പക്ഷെ നമുക്ക് ഈ ഒരു മിൽക്ക് വറ്റുന്ന വരെയാണ് ഇതിൻ്റെ കുക്കിംഗ് ടൈം. നമ്മൾ ഹൽവയൊക്കെ ഉണ്ടാക്കുന്ന പോലെ തന്നെ ഈ ഒരു പാനിൽ നിന്നും ഇത് വിട്ട് വരുന്ന ആ ഒരു ടെക്സ്ചറിലേക്ക് മാറുന്ന വരെ നമുക്കിത് കുക്ക് ചെയ്യണം. അപ്പോൾ നന്നായിട്ട് മിൽക്ക് റെഡ്യൂസ് ആയി. ഇനി ഞാനിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ഷുഗർ ആവശ്യമെങ്കിൽ ചേർക്കാം. അപ്പോൾ ഇതിലേക്ക് കുറച്ചുകൂടെ ഷുഗർ ആഡ് ചെയ്യാം. അപ്പോൾ ഞാനൊരു 1.5 ടേബിൾ സ്പൂൺ കൂടെ ഷുഗർ ആഡ് ചെയ്യാണ്. അപ്പോൾ ഞാനിവിടെ 6.5 ടേബിൾ സ്പൂൺ ഷുഗർ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊന്നും ഒരു കറക്റ്റ് ക്വാണ്ടിറ്റി ഒന്നും പറയാനില്ല. നിങ്ങൾ ടേസ്റ്റ് ചെയ്യുക, നിങ്ങളുടെ സ്വീറ്റ്നെസ്സിന് അനുസരിച്ചിട്ട് ഷുഗർ ചേർക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ഏലക്ക പൊടിച്ച് ചേർക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു 1/2 ടീസ്പൂൺ ഏലക്ക പൊടിച്ചതാണ് ചേർക്കുന്നത്. അപ്പോൾ കുട്ടികൾക്കൊന്നും ഒത്തിരി ഏലക്കയുടെ ആ ഒരു ഫ്ലേവർ ഇഷ്ടമില്ല. അതുകൊണ്ടാണ് ഞാൻ കുറച്ചത്. നിങ്ങൾക്ക് ഇത് ടേസ്റ്റ് ചെയ്തിട്ടും അതിൻ്റെ ഫ്ലേവറിനൊക്കെ അനുസരിച്ചിട്ട് ഏലക്ക ചേർക്കാം.
ഞാനിവിടെ ഒരു 1/2 ടീസ്പൂൺ ഏലക്ക പൊടിച്ചതാണ് ചേർത്തിട്ടുള്ളത്. നല്ലൊരു ഫ്ലേവറും കിട്ടും, സ്വീറ്റ്നെസ് ആണ്. എനിക്ക് ഇഷ്ടമാണ്, പക്ഷെ മക്കൾക്കൊന്നും അങ്ങനെ ഏലക്കയുടെ ഒരു ഫ്ലേവർ ഇഷ്ടമല്ല, അതുകൊണ്ടാണ് അത് കുറച്ചത്. ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇപ്പം തന്നെ ഈ ഒരു പാനിൽ നിന്ന് വിട്ട് വരുന്നുണ്ട്, പക്ഷെ നമുക്ക് കുറച്ചുകൂടെ പാൽ ഇതിൽ റെഡ്യൂസ് ആയിട്ട് ഒന്ന് വച്ചാനുണ്ട്. നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ചേർക്കേണ്ട മെയിൻ ആയിട്ടുള്ള ഒരു ഐറ്റം എന്ന് പറഞ്ഞാൽ നോർത്ത് ഇന്ത്യൻസ് ഒക്കെ ചേർക്കുന്നതാണ് കോയ ഉണ്ടാക്കുന്നത്. ഒന്നെങ്കിൽ നമുക്ക് പാല് വറ്റിച്ചിട്ട് കോയ ഉണ്ടാക്കാം, അതല്ലെങ്കിൽ നമ്മൾക്ക് ഇൻസ്റ്റന്റ് ആയിട്ട് നമ്മുടെ മിൽക്ക് പൗഡർ വെച്ചിട്ട് നമ്മുടെ പാൽപ്പൊടി വെച്ചിട്ട് ഉണ്ടാക്കാം. ഞാനിവിടെ ഉണ്ടാക്കിയിട്ടുള്ളത് പാൽപ്പൊടി വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ റെസിപ്പി ഇൻഷാല്ലാ ഞാൻ വൈകാതെ അപ്ലോഡ് ചെയ്യാം. അപ്പോൾ ഇത് ഇതിലേക്ക് ചേർക്കുക. അതൊരു 3 ടേബിൾ സ്പൂൺ വരെ ചേർക്കാം. ഇതും കൂടി ചേർക്കുമ്പോഴാണ് കറക്റ്റായിട്ട് ആ നോർത്ത് ഇന്ത്യൻസ് ഉണ്ടാക്കുന്ന ഒരു ക്യാരറ്റ് ഹൽവയുടെ ടേസ്റ്റും ടെക്സ്ചറും ഒക്കെ കിട്ടുന്നത്. അപ്പോൾ നമുക്ക് വളരെ പെട്ടെന്നൊക്കെ ഉണ്ടാക്കുന്നവർക്ക് നമുക്ക് ഈ ഒരു പാൽപ്പൊടി എല്ലാവരുടെ വീട്ടിലും ഉണ്ടാകുന്ന ഒന്നാണ്. അപ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം, ഒത്തിരി ഒന്നും പണിയില്ല, വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒന്നാണ് ഈ ഒരു കോയ. അതും കൂടി ചേർത്തിട്ട് നല്ലപോലെ ഇത് മിക്സ് ചെയ്യാം. അപ്പോൾ നമ്മൾ കുറേ മുമ്പൊക്കെ തന്നെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള കോയാണെങ്കിൽ അതൊന്ന് വേറൊരു പാനിൽ വെച്ചിട്ടൊന്ന് ചൂടാക്കിയിട്ട് വേണം ഇതിലേക്ക് ചേർക്കാൻ. അതെല്ലാം നമ്മൾ തൊട്ട് മുമ്പാണ് ഉണ്ടാക്കുന്നതെങ്കിൽ ഡയറക്റ്റ് ഇതിലേക്ക് ആഡ് ചെയ്യാം, അപ്പോൾ പെട്ടെന്ന് മിക്സായി കിട്ടും. ഇതിപ്പോൾ ഞാൻ ഉണ്ടാക്കിയെടുത്തിട്ട് ഇപ്പോൾ 2 മണിക്കൂർ കഴിഞ്ഞു ഈ ഒരു കോയ ഉണ്ടാക്കി വെച്ചിട്ട്. അപ്പോൾ അതൊന്ന് കട്ടായിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ഉടച്ചെടുത്തിട്ട് നല്ലപോലെ ഈ ഒരു മിക്സ് ചെയ്തെടുക്കാം, നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ചേർക്കേണ്ടത് നട്ട്സ് ആണ്. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള നട്ട്സ് ചേർക്കാം. ഞാനിവിടെ ചേർക്കുന്നത് നമ്മുടെ ബദാമും അതുപോലെ തന്നെ കാഷ്യൂ നട്ട്സ് ആണ്. നോർമലി ഞാൻ പിസ്ത കൂടെ ചേർക്കാറുണ്ട്, പക്ഷെ ഇപ്പോൾ കയ്യിൽ പിസ്ത ഇല്ല, അപ്പോൾ കാഷ്യൂ നട്ടും ബദാമുമാണ് ഞാൻ ചേർക്കുന്നത്. ഇനിയിപ്പോൾ ഇതിലേക്ക് നിങ്ങൾക്ക് നെയ്യിലൊന്ന് സോട്ട് ചെയ്തിട്ട് വേണമെങ്കിൽ അങ്ങനെ ചേർക്കാൻ നട്ട്സ്. ഞാനിവിടെ നെയ്യിലൊന്നും സോട്ട് ചെയ്യുന്നില്ല, അപ്പോൾ ഒത്തിരി നെയ്യാകുമ്പോൾ നമുക്ക് പെട്ടെന്നൊരു മടുപ്പ് വരും ഇത് കഴിക്കുന്ന സമയത്ത്. അപ്പോൾ അതിലേക്ക് കുറച്ച് കാഷ്യൂ നട്ട്സ് അതുപോലെ തന്നെ ആൽമണ്ട്സും കൂടെ ചോപ്പ് ചെയ്ത് ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ കൂടെ നമുക്ക് റൈസിൻസും ചേർക്കാം. അതിന് നെയ്യിൽ സോട്ട് ചെയ്തിട്ട് ചേർക്കുന്നവർക്ക് അങ്ങനെ ചേർക്കാം, അല്ലാത്തവർക്ക് ഇതുപോലെ ചേർക്കാം. അതുകൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ കുക്ക് ചെയ്യുന്നത് വളരെ ചെറിയ ഫ്ലെയിമിലാണ്. നമ്മൾ അടച്ച് വെച്ച് കുക്ക് ചെയ്യുന്ന സമയത്ത് ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ടൊന്ന് ശ്രദ്ധിക്കുക. ഇത് ലാസ്റ്റൊക്കെ ആകുമ്പോൾ നമുക്കൊരു ചെറിയ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. കുറച്ചുകൂടെ നട്ട്സ് ഉണ്ട്, അതുകൂടെ ഇതിലേക്ക് ചേർക്കാം. ഈ ഒരു പാനിൽ നിന്നും ഇതുപോലെ കറക്റ്റായിട്ട് ഈ ഒരു ക്യാരറ്റ് ഹൽവ വിട്ട് വരുന്നുണ്ട്. ഈ ഒരു പരുവാകുമ്പോൾ നമുക്ക് ഇതിന് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇതാണ് കറക്റ്റ് പരുവം. ഒത്തിരി ഇത് ട്രൈ ആക്കരുത്, അങ്ങനെ ആകുമ്പോൾ നമ്മൾ തളിക്കുന്ന സമയത്ത് കുറച്ച് ഹാർഡാവും. അപ്പം അങ്ങനെ ചെയ്യരുത്, ജസ്റ്റ് ഇതിങ്ങനെ വിട്ട് വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്തു. അപ്പോൾ ഇതാണ് നമ്മുടെ സ്വീറ്റ് ആയിട്ടുള്ള ക്യാരറ്റ് ഹൽവ. വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും, അതുപോലെ തന്നെ വളരെ ടേസ്റ്റിയാണ്. നെയ്യൊക്കെ ഞാൻ പറഞ്ഞ പോലെ നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് ചേർക്കാം, പക്ഷേ നെയ്യ് കുറച്ച് ചേർത്തിട്ട് അത് ടേസ്റ്റ് ഇല്ല എന്ന് പറയരുത്. നെയ്യ് ചേർക്കുമ്പോഴാണ് നല്ലൊരു ടേസ്റ്റും കറക്റ്റ് നമ്മളെ പുറത്തുനിന്നൊക്കെ വാങ്ങി കഴിക്കുന്ന ഒരു ക്യാരറ്റ് ഹൽവയുടെ ടേസ്റ്റ് കിട്ടുന്നത്. പിന്നെ ഞാൻ പറഞ്ഞ പോലെ കുക്കറിൽ ചെയ്യുന്നവർക്ക് അങ്ങനെ ചെയ്യാം, പക്ഷെ കുക്കറിൽ ചെയ്യുമ്പോൾ അത്രയൊരു പെർഫെക്ഷൻ എനിക്ക് വന്നിട്ടില്ല. ഇനി നിങ്ങൾ ചെയ്ത് നോക്കൂ എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത്. ക്യാരറ്റ് കറക്റ്റ് ആയിട്ടുള്ള ആ ഒരു ടെക്സ്ചറിലൊക്കെ വരുന്നത് നമ്മളതല്ലാതെ കുക്കർ ഉപയോഗിക്കാതെ ചെയ്യുമ്പോഴാണ്. കുക്കറിൽ വളരെ പെട്ടെന്നാണ് വേവിച്ചെടുക്കാൻ, പക്ഷെ പുറത്ത് നമ്മൾ കുക്കറില്ലാതെ ചെയ്യുകയാണെങ്കിലും ഒത്തിരി ഒന്നും ടൈം ഈ ഒരു ക്യാരറ്റ് കുക്കാവാനൊന്നും ആവശ്യമില്ല, പെട്ടെന്ന് കുക്കായി കിട്ടും. അപ്പോൾ ഇതാണ് നമ്മുടെ ക്യാരറ്റ് ഹൽവ. ഇനി ഇതിലേക്ക് ചേർത്തിട്ടുള്ള കോയയുടെ റെസിപ്പി ഇൻഷാല്ലാ ഞാൻ വൈകാതെ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ ഈ ഒരു ക്യാരറ്റ് ഹൽവ നമുക്ക് ഒന്ന് തണുപ്പിച്ചിട്ടും കഴിക്കാം, അതല്ലാതെ നമുക്ക് ഇതുപോലെ നമ്മൾ കുക്ക് ചെയ്ത് ഉടനെ തന്നെ ചെറു ചൂടോടെയും കഴിക്കാം. പക്ഷേ എനിക്ക് കൂടുതൽ ടേസ്റ്റ് തോന്നിയിട്ടുള്ളത് പേഴ്സണലി അതൊന്ന് തണുപ്പിച്ചിട്ട് കഴിക്കുമ്പോഴാണ്. അപ്പം ഇനി എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കുക. ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ ചേർത്തുക. കമൻറ്റ്സ് പറയാൻ മറക്കരുത്. അത് കാണുമ്പോൾ നമുക്കൊക്കെ ഒത്തിരി സന്തോഷമാണ്. നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് അത് പെർഫെക്ഷനായി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു എന്നൊക്കെ പറയുമ്പോൾ ഒത്തിരി സന്തോഷമാണ്. അപ്പോൾ കമൻറ്റ്സ് പറയാൻ മറക്കരുത്. ഇത് നമുക്കൊരു പാർട്ടിയായിട്ട് പ്രസൻറ്റ് ചെയ്യാം. നമുക്കിതൊരു സെറ്റാകാൻ പറ്റുന്ന ഒരു ബോളിലൊക്കെ വെച്ചിട്ട് ഇതുപോലെ ക്യൂബായിട്ടൊക്കെ കട്ട് ചെയ്തെടുത്താൽ നമുക്കൊരു നല്ലൊരു പാർട്ടി ഉണ്ടാകുന്ന സമയത്ത് ഒരു സ്വീറ്റ് ഐറ്റം പ്രസൻറ്റ് ചെയ്യുന്ന ആ ഒരു ലെവലിൽ തന്നെ നമുക്കിത് പ്രസൻറ്റ് ചെയ്യാം. നല്ല ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഉണ്ടാക്കി നോക്കുക, അഭിപ്രായങ്ങൾ പറയുക, ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ചാനൽ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ വീണ്ടും നല്ല റെസിപ്പീസുമായിട്ട് ഈ ടെസ്റ്റിലൂടെ കാണാം. താങ്ക് യു. അസ്സലാമു അലൈക്കും.